ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഹാഫ് വേവ് റെക്ടിഫയറും റെക്ടിഫയേഴ്സിന്റെ ടൈപ്സും ആണ്. അപ്പൊ റെക്ടിഫയേഴ്സിന്റെ ടൈപ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ് ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്, ഹാഫ് വേവ് റെക്ടിഫയറും. ഹാഫ് വേവ് റെക്ടിഫയർ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളൊരു പോസിറ്റീവ് ഒരു എ സി സിഗ്നൽ കൊടുക്കുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിളിൽ മാത്രം DC ഔട്ട്പുട്ട് കിട്ടും. അതിനെയാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു AC സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് അതിന്റെ രണ്ട് ഹാഫ് സൈക്കിളിലും നമുക്ക് DC ഔട്ട്പുട്ട് കിട്ടും. അതിനെയാണ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. A full wave rectifier is a type of rectifier that converts the entire AC waveform into direct current. It provides better efficiency and a smoother DC output compared to a half wave rectifier because it utilizes both half of AC signal. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് പഠിക്കാം. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫുൾ വേവ് റെക്ടിഫയർ വർക്ക് ചെയ്യാൻ പോണത്. ഇതെന്ന് പറയുന്നത് ഒരു ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയറിന്റെ ഫിഗറാണ്. അപ്പം ഇതിന്റെ അകത്തുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയോഡ് ഉണ്ട്. ഹാഫ് വേവിലാണെങ്കിൽ ഒറ്റ ഡയോഡേ ഉള്ളൂ. ഇവിടെ രണ്ട് ഡയോഡ്, ഒരു ട്രാൻസ്ഫോമർ, പിന്നെ ഒരു ലോഡ് റെസിസ്റ്റർ. ഈ ലോഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിന്ന് ടാപ്പ് സെക്കൻഡറിയിലാണ് ടാപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. സോ ഇനി ഇതിന്റെ വർക്കിംഗ് നോക്കാം. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ബയാസിംഗ് ഉണ്ട്. ഒന്ന് ഫോർവേഡ് ബയാസിങ്ങും ഒന്ന് റിവേഴ്സ് ബയാസിങ്ങും. ഫോർവേഡ് ബയാസിംഗിൽ എന്ന് പറയുമ്പം ഇത് PN ജംഗ്ഷന്റെ പോസിറ്റീവ് സൈഡ് പോസിറ്റീവ് കണക്ട് ചെയ്യും, അതിനെയാണ് ഫോർവേഡ്. അപ്പൊ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഫോർവേഡ് ബയാസിംഗിൽ PN ജംഗ്ഷൻ വഴി കറണ്ട് ഫ്ലോ കാണും. പക്ഷെ ഇനി റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ PN ജംഗ്ഷന്റെ നെഗറ്റീവിൽ പി റീജിയനെ എടുത്ത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലും പോസിറ്റീവ് റീജിയൻ എടുത്ത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലും കണക്ട് ചെയ്യണതിനെയാണ് റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പം റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻ ആവുന്ന സമയത്ത് ഇത് ഒരു കറണ്ട് ഫ്ലോ കാണൂല. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പറയാൻ പോകുന്നത്. ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നുമല്ല, നേരത്തെ പോലെ ഒരു AC സപ്ലൈ കൊടുക്കുകയാണ്. ഒരു ACയുടെ ഫസ്റ്റ് പോസിറ്റീവ് സൈക്കിൾ കഴിഞ്ഞ് ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. അത് ഇപ്പൊ ട്രാൻസ്ഫോമർ വഴി ഇൻഡ്യൂസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ PN ജംഗ്ഷന്റെ അതായത് ഡയോഡിന്റെ P റീജിയനിൽ പോസിറ്റീവ് വന്നു. അപ്പൊ അവിടെ എന്ത് നടക്കും? എന്ത് കണ്ടീഷനാണ്? ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷൻ. അപ്പൊ ഇതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പൊ കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്ത് നേരെ വന്ന് ലോഡിൽ കയറും. അപ്പൊ നമുക്ക് DC ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? ഒരു സിഗ്നൽ കിട്ടും. അപ്പൊ ഇനി ഈ സൈഡ് നോക്കി, ഈ സൈഡ് നോക്കുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ PN ജംഗ്ഷന്റെ P റീജിയനിലാണ് നെഗറ്റീവ് കണക്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് കണ്ടീഷൻ. അപ്പൊ ഇതുവഴി കറണ്ട് ഫ്ലോ നടക്കൂല. വേറെ മനസ്സിലായല്ല? ഇനി സോ ആദ്യത്തെ ഹാഫ് സൈക്കിൾ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ഹാഫ് സൈക്കിൾ. സോ അടുത്തെന്ന് പറയുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുകയാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുന്ന സമയത്ത് എന്തോ പറ്റും? ഇവിടെ തിരിഞ്ഞുപോയി. ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. സോ ഇതേപോലെ ഇപ്പുറത്ത് ഇൻഡ്യൂസ് ആവുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് വരും. PN ജംഗ്ഷൻ ഡയോഡിന്റെ P റീജിയനും നെഗറ്റീവ് ആണ്. നെഗറ്റീവിന്റെ അടുത്താണ് P റീജിയൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തോന്നായിരിക്കും? റിവേഴ്സ് ബയാസിസ്. ആ സമയത്ത് ഇവിടെ എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോ നടക്കില്ല. അതേസമയം താഴെ നോക്കുകയാണെങ്കിൽ പോസിറ്റീവും P റീജിയനും. അപ്പൊ ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ആണ്. അപ്പൊ ഈ കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കയറി ലോഡിലെത്തി നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടും നെഗറ്റീവില്. ഇനി അടുത്ത് വീണ്ടും റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അതേപോലെ ഇൻഡ്യൂസ് ചെയ്ത് ഇവിടെ വരും പോസിറ്റീവ്,
ഇവിടെ നെഗറ്റീവ് വരും. ആ സമയത്ത് പോസിറ്റീവ് പി റീജിയണും പോസിറ്റീവ്, അപ്പൊ ഇവിടെ ഫോർവേഡ് കറണ്ട്. അടുത്ത് ഇവിടെ വരുമ്പോൾ നെഗറ്റീവും പി റീജിയൺ, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിസ് ആയിരിക്കും. അപ്പൊ ഇവിടെ കറണ്ട് ഇല്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇവിടെ ഫോർവേഡ് ബയാസിസ് നടന്നുകൊണ്ട് തന്നെ കറണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കയറി ഇവിടെ ലോഡിൽ വന്ന് കയറും. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിൽ ഇങ്ങനെ കിട്ടും. സോ ഇതിനെ ഫിൽട്ടർ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഫിൽട്ടർ ചെയ്ത് നമുക്ക് കിട്ടേണ്ട ഡി സി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ ആണ്. പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ച് എ സി കമ്പോണന്റ് ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ സെൻട്രൽ ടാപ്ഡ്. ഇനി അടുത്തെന്ന് പറയുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്.